16ാമത് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 9 കഴിഞ്ഞു. മെയ് 4 ഫലപ്രഖ്യാപനം വന്നപ്പോൾ 140 സീറ്റുകളിൽ 102 സീറ്റുകൾ UDFും 35 സീറ്റുകൾ LDFും 3 സീറ്റുകൾ NDAയും സ്വന്തമാക്കി. ഇനി നമ്മുടെ മനസ്സിലുള്ള അടുത്ത ചോദ്യം എന്താണ്? ആരാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? ആ ചോദ്യത്തിന് നിങ്ങളുടെ എല്ലാം മനസ്സിൽ ഓരോ ഉത്തരങ്ങൾ ഉണ്ടാവും അല്ലെ? അത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇന്ന് നമുക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിമാരെ ഒന്ന് പരിചയപ്പെടാം. 1957 കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അധികാരത്തിലേക്ക് വന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. തുടർന്ന് രണ്ടാമതായി പട്ടം താണുപിള്ളയാണ് അധികാരത്തിലേക്ക് വന്നത്. മൂന്നാമതായി ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരമേറ്റു, R ശങ്കർ. നാലാമതായി വീണ്ടും EMS നമ്പൂതിരിപ്പാട് അധികാരത്തിലേക്ക് വരുന്നു. അഞ്ചാമതായും ആറാമതായും C അച്യുത മേനോനാണ് കേരളത്തിലെ അധികാരത്തിലേക്ക് വന്നത്. ഏഴാമതായി K കരുണാകരൻ മുഖ്യമന്ത്രിയായി. കേരളത്തിന്റെ എട്ടാമത്തെ മുഖ്യമന്ത്രി AK ആന്റണി. ഒൻപതാമത് PK വാസുദേവൻ നായർ ആയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത്. കേരളത്തിൽ ഏറ്റവും കുറവ് കാലം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് 10ാമതായി വന്നത് CH മുഹമ്മദ് കോയ. 11ാമതായി EK നായനാർ വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു. 12ാമതായി K കരുണാകരൻ. 13ാമതായും പ്രസിഡൻഷ്യൽ ഭരണത്തിന് ശേഷം വീണ്ടും K കരുണാകരൻ ഭരണത്തിലേക്ക് വരുന്നു. 14ാമതായി EK നായനാറും 15ാമതായി വീണ്ടും കരുണാകരൻ അധികാരത്തിലേക്ക് വരുന്നു. 16ാമതായി AK ആന്റണി 1995-96 കാലഘട്ടത്തിൽ കേരള മുഖ്യമന്ത്രിയാകുന്നു. EK നായനാർ വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു. 18ാമതായി 2001 വീണ്ടും അധികാരം AK ആന്റണിയുടെ കൈകളിൽ. കേരളത്തിന്റെ 19ാമത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 20ാമതായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത് VS അച്യുതാനന്ദനാണ്. കേരളത്തിന്റെ 21ാമത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു. അതിനുശേഷം കണ്ടത് ഭരണ തുടർച്ച തന്നെയാണ്. 2016 മുതൽ 26 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചത് പിണറായി വിജയനായിരുന്നു. ഇനി അടുത്തത് ആര്? കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇത്രയും മുഖ്യമന്ത്രിമാരിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായത് ആരാണ് എന്ന് കൂടെ കമന്റ് ചെയ്യുക.